സന്തോഷിന് കലയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം സോഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ആൾക്കാർക്ക് ഇല്ലായ്മക്കാരെ സഹായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതിനാണ് ഈ ലാഭം ഉണ്ടാക്കി അവരെ സഹായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് കലയോ സിനിമയോ ഒന്നുമല്ല. ഞാൻ അധികം മുഖം മൂടിയില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് കുറച്ചുകൂടി. ഇപ്പം എന്നോട് നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, കൈ ചിന്മുദ്ര പിടിക്കുമ്പോൾ ഈശ്വരവിശ്വാസിയാണ്, പിടിച്ചില്ലെങ്കിൽ അവിശ്വാസിയാണ്. കാരണം പിടിക്കുന്ന സമയത്തെല്ലാം ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർക്കുന്നു, എപ്പോഴും ഹരേരാമന്ത്രം ജപിക്കുന്നു. എല്ലാ സമയത്തും ഇങ്ങനെയാണ്. എന്നോട് നിങ്ങൾ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ ഇവർക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ മൃഗമാണ്. കാരണം ഞാനൊരു പൂച്ചയൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു 40 വയസ്സോ 60 വയസ്സോ 80 വയസ്സോ ഉള്ള ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്തു? അത് ഞാൻ കുറേ ഉറങ്ങി, കുറേ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു, സെക്സ്, ഇതൊക്കെ തന്നെയാണ് സാർ. ഇതൊക്കെ തന്നെയാണ് ഒരു പൂച്ചയും സിംഹവും ഒക്കെ ചെയ്ത്. പിന്നെ നിങ്ങൾ അതും തമ്മിൽ എന്താ വ്യത്യാസം? അതല്ലാതെ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റേതല്ലാതെ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അപ്പോൾ ഞാൻ മനുഷ്യനാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും എനിക്ക് തിരിച്ചു പറയായിരുന്നു, ഞാൻ 5 ലക്ഷത്തിന് വന്നിച്ച് എനിക്ക് സിനിമയോടുള്ള ഭയങ്കര ക്രേസ് കൊണ്ടാണ് എനിക്ക് പറയാം. ഞാൻ പറയുന്നത്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാരണം എന്താണ്? എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയോ ജനങ്ങളെ എങ്ങനെ കാണുന്നു ഒന്നുമല്ല. എനിക്ക് രാത്രി കിടക്കുമ്പോൾ നല്ലൊരു ഉറക്കം കിട്ടണം. നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ അല്ല ദൈവത്തെ കാണുന്നത്, എൻ്റെ മനസാക്ഷിയാണ് ഈശ്വരനെ കാണുന്നത്. അപ്പം ഞാൻ നിങ്ങളോടൊരു കളവ് പറഞ്ഞു, അപ്പോൾ ചിലപ്പോൾ ജനങ്ങൾ വിചാരിക്കും, ഓ സന്തോഷ് ഇന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും, സന്തോഷം നീ പറഞ്ഞ കളവല്ലേ, എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരെയും പറ്റിക്കാൻ പറ്റും, എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റില്ല. ഞാൻ എന്താണോ അതേപോലെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? രാത്രി നല്ല ഉറക്കം കിട്ടും. കാരണം എനിക്കൊരിക്കലും മനസാക്ഷി കുത്തുണ്ടാവുന്നില്ല. കറക്റ്റ്. ഇതാണ് അതിൻ്റെ കാരണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ സംഗീതമായാലും ഇതായാലും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മൻ്റെ ജിംക്കി കമ്മൽ, അല്ലെങ്കിൽ അമ്മായിമ്മ ഭക്ഷണം അപ്പം ചുട്ടു, അവൾ വേണ്ട ഇവൾ വേണ്ട, കൈക്കോട്ടും കണ്ടിട്ടില്ല, പിക്കാസും കണ്ടിട്ടില്ല, ഈ പാട്ടിനേക്കാളൊക്കെ ലിറിക്സ് സൈഡിൽ ബെറ്ററാണ് എൻ്റെത്. ഞാൻ പറയുന്നു, അല്ല സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ നാട്ടിലെ മുഴുവൻ ആളുകളും വളരെ സാഹിത്യവും സംഗീതവും വെച്ചിട്ടാണോ ചെയ്തതെന്ന് എനിക്കും തിരിച്ചു ചോദിക്കാം. അതല്ല ഞാൻ ചോദിച്ചെന്താ അറിയോ, സന്തോഷ് ഞാൻ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല. അല്ല ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല, സന്തോഷ് പണ്ഡിറ്റ് എഴുതുന്ന അതേ വരികൾ പോലെ ഇന്ന് കൊമേഴ്ഷ്യൽ ഫിലിംസിലും അങ്ങനെ വരികൾ വരാറുണ്ട്. അതിനേക്കാൾ ബോറായി വരുന്നുണ്ട് എന്ന് പറയാം. അത് ജനങ്ങൾ, കാരണം ഞാൻ എൻ്റെ അമ്മൻ്റെ എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല എനിക്ക് മനസ്സിലായി, പക്ഷേ രണ്ടും ലിറിക്സ് വൈസ് ഓക്കെ ആന്ന് വെച്ചു. പക്ഷേ സന്തോഷ് പ്രസന്റ് ചെയ്യുന്ന രീതി വേറെ, ഇത് വരുന്ന രീതി വേറെ, ആൾക്കാർ എടുക്കുന്ന രീതികളും വേറെയാണ്, എല്ലാവരും കാണുന്ന രീതികളും ഡിഫറെന്റ്. ആ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു, വന്നൂടായിരുന്നോ എന്നാണ് അതാ ഞാൻ പറയുന്നത്. അത് കാണുന്നവരോടല്ലേ ചോദിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ഇത്രയും നോക്കുന്നുള്ളൂ, മലയാളികൾക്ക് എന്താണ് വേണ്ടത്, മലയാളികൾ എന്താണ് അർഹിക്കുന്നത്, അവരുടെ നിലവാരം എന്ത്, അതാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു പാട്ട് ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കും മലയാളികൾക്ക്, കാരണം എനിക്കിതെല്ലാം ബിസിനസ്സാണ്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ജിംക്കി കമ്മൽ 1 ലക്ഷം ആളുകൾ കണ്ടു. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 രൂപ വെച്ച് അയാൾ 1 കോടി രൂപ ഉണ്ടാക്കി. എനിക്കതിൽ ആരഭിനയിച്ചു, എന്ത് പാടി, ഇതൊന്നും ഐ ഡോണ്ട് കെയർ. അയാൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കി, അയാൾ സക്സസ്ഫുള്ളാണ് എങ്കിൽ അതേപോലെ ഒരു പാട്ട് എങ്ങനെ ഉണ്ടാക്കാം. ശരി, എന്നാൽ എൻ്റെ അമ്മൻ്റെ പ്ലസ് എന്തെങ്കിലും എഴുതിയാൽ ഇതാണ് മലയാളികൾക്ക് വേണ്ടത്, ഇതാണ് അവരുടെ നിലവാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കലയോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുത്തെ അവാർഡ് സിനിമകൾ എന്തുകൊണ്ട് സൂപ്പർ ഹിറ്റ് ആവുന്നില്ല? നിങ്ങൾ ഉത്തരം തരൂ. നിങ്ങളല്ലേ പറഞ്ഞ് ഞങ്ങൾ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ജനങ്ങൾ അങ്ങനെയല്ല. എത്ര സിനിമ പറയാൻ പറ്റും? ഞാനൊരു വാദത്തിന് വേണ്ടി മാത്രം ചോദിക്കുകയാണ്. അതായത് അതേസമയം ഇവിടെ അടിയും പിടിയും ഒരിക്കലും ജീവിതത്തിൽ നടക്കാത്ത, ഒരു ഇടിക്കുമ്പോൾ 100 ആൾ മറിഞ്ഞിട്ട് വീഴുന്നു, 4 ആൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ സിനിമകളൊക്കെ അവിടെ ഭയങ്കര കൈയടിച്ച് കാണുന്നു. ഇതാണോ കല? സർ ഞാൻ പറയുന്നു, അതിലും കലയുണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. ഓക്കെ, ഇതൊന്നും അതായത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻ്റ് ആണ്. നോ മാറ്റർ എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. നോ മാറ്റർ ഹൗ ഹി എൻ്റർടൈൻസ്, അയാൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ഓക്കെ, ഇപ്പം ഇത്രയും ആർഗ്യുമെന്റ് നടന്ന സ്ഥിതിക്ക് ഞാൻ സന്തോഷത്തോടെ ഒരു കാര്യം ചോദിക്കാം. എനിക്ക് തോന്നിയില്ല നമ്മൾ കേൾക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് തോന്നുമല്ലോ. ഇത്രയും ഒരു ആർഗ്യുമെന്റ് നടന്ന സ്ഥിതിക്ക് ഞാൻ പറയാം, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അത് റിസൈൻ ചെയ്തപ്പോൾ സന്തോഷം മനസ്സിൽ എന്തായിരുന്നു എയിം, എന്ത് ചെയ്യണം എന്നായിരുന്നു സമൂഹത്തിന് വേണ്ടിയിട്ട്? യെസ്, ഞാൻ വീണ്ടും പറയുന്നു, എനിക്കൊരിക്കലും സമൂഹത്തിന് വേണ്ടി ഇന്ന ചെയ്യണം എന്നേ ഇല്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്നില്ല, പക്ഷെ അവരെനിക്ക് തന്നൊരു വിഷനുണ്ട്. 10 ലക്ഷം രൂപ കിട്ടിയാൽ 5 ലക്ഷം നിനക്ക് വേണ്ടി ചിലവാക്കാം, 5 ലക്ഷം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ 5 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തോ മരിക്കുന്ന അന്ന് വരെ നിനക്കത് ഗുണം ചെയ്യും. മറ്റേ 5 ലക്ഷം നീ ഒരു സ്വാർത്ഥത ഇല്ലാതെ ചെയ്യണം. ഇനിയിപ്പോൾ ചെയ്തിട്ട് ഭാവിയിൽ ഇവനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന അച്ഛൻ പറഞ്ഞാൽ നീ വേസ്റ്റാണ് ആ ചെയ്യുന്നത്. അതങ്ങനെയുള്ളൂ. ആ 5 ലക്ഷം നീ ചെയ്യുന്നു, മരിച്ചതിന് ശേഷം നീ അതേ കൊണ്ടുപോകും.
ആ ചെയ്തതേ കിട്ടുള്ളൂ. കിട്ടും. ഇതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം. ഇതേപോലെ ജീവിതത്തിൽ എപ്പോഴും മിക്സിങ് ആവശ്യമുണ്ട്. 15 ദിവസം നീ നിനക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ 15 ദിവസം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അത് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്, കൃത്യമായിട്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നാഷണൽ മെഡിക്കൽ സ്കോളർഷിപ്പ് കൂടിയാണ് പഠിച്ചത്. ഒരേ സമയം 5 കോഴ്സൊക്കെ ചെയ്യുമായിരുന്നു. ഇത് വെച്ചാൽ അന്ന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് പ്രമുഖനല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല. അടുത്ത കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ പല കാര്യങ്ങളും ചെയ്തിരുന്നു, അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്താണ് അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, പ്രമുഖനാവണം. അതായത് ഇപ്പോൾ വലിയൊരു പ്രമുഖൻ എന്തെങ്കിലും വലിയൊരു ഇതൊക്കെ ചെയ്താൽ പ്രമുഖൻ 100 കോടി കട്ടു, പ്രമുഖൻ എന്താ പേരില്ലേ? പ്രമുഖനെ അറസ്റ്റ് ചെയ്തു, പ്രമുഖൻ എന്താ പേരില്ലേ? ഇത് കാണുന്നവർ, നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറുവശമാണ്. ഇവിടെ സംഗീതമാണ്, കലയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ചെയ്തു വെച്ച സാധനങ്ങൾ ഞങ്ങളിവിടെ കാണുമ്പോൾ എന്താണ്, ഇവർ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഡയലോഗിൽ മാത്രമേ ഇതൊക്കെ വരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞ പൊളിറ്റീഷ്യനായാലും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടുപഠിക്കുന്ന നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ ക്രിക്കറ്റുകാർ ദൈവങ്ങൾ, സിനിമാക്കാർ ദൈവങ്ങൾ, രാഷ്ട്രീയക്കാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായ ബഹുമാനമുള്ള ശാസ്ത്രജ്ഞന്മാരോടാണ്. ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച അവർ പല കാര്യങ്ങൾ, ഓട്ടോകാസിനെ അവർ ചൊവ്വയിൽ ഓരോ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അവർക്കൊരു ഫ്ലെക്സ് വെക്കുന്ന ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ നമ്മൾ ശരിക്കും അവർക്കൊരു ഫ്ലെക്സ് വെക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ശാസ്ത്രജ്ഞന്മാരെയൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ശമ്പളം കിട്ടുന്നില്ലേ എന്ന്. അർജൻറ്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി ഫ്ലെക്സ് വെച്ചാൽ വലിയ കൂറ്റൻ ഫ്ലെക്സ് വെക്കുന്ന ആൾക്കാരാണ്, ഞാൻ അതിന് തെറ്റ് പറയല്ല. അപ്പം ഞാൻ ഉടനെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ അർജൻറ്റീനയ്ക്കൊക്കെ വെക്കുന്നില്ലേ, അപ്പം മെസ്സിയും റൊണാൾഡോയൊക്കെ ഓസിക്കാണോ കളിക്കുന്നത്? ഇതിന് ഉത്തരവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ ചെയ്തോ, ഗവൺമെൻറ് ജോലി ചെയ്തോ, സിനിമ ചെയ്തോ, ഇതെല്ലാം നിങ്ങൾ നോക്കണ്ടേ. ഞാൻ സത്യസന്ധമായിട്ടാണ് ഒരു കാര്യത്തെ വിലയിരുത്തുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ജനങ്ങൾ ഇങ്ങനെയാണ്, ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്. ഞാനിപ്പോഴും പറയുന്നു, ഒരു അതിർത്തിയിൽ ജീവൻ അവർ കുറേ സൈനികരുള്ളതുകൊണ്ടല്ലേ നിങ്ങളും ഞാനും അടക്കമുള്ള ഈ ഇന്ത്യക്കാർ മനസ്സമാനത്തോടെ ജീവിക്കുന്നതുകൊണ്ടാണ്. അവരവിടെ ജീവൻ പണയം വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ കർഷകർ ഈ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ 3 നേരം ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നത്. നമ്മൾ കുറേ കമ്പ്യൂട്ടറോ നമ്മൾ കുറേ ഡോക്ടർമാർ കുറേ മരുന്നുണ്ടാക്കി വിടുമ്പോൾ കാര്യമില്ല, ഭക്ഷണത്തിന് അവരെന്നെ ഉണ്ടാക്കണം. അതായത് ഒരു കർഷകനോ ഒരു സൈനികനോ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ, അവരെ ജീവൻ കൊടുത്ത ഒരു കർഷകൻ്റെ കാര്യം പറയുന്നത്, ജീവൻ കൊടുത്ത ഒരു സൈനികൻ, അയാൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അത്രയും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സൂപ്പർ സ്റ്റാറും ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ഭൂരിഭാഗം, ഞാൻ പറയുന്നു കുറേ നന്മ ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പലരും വലത്തേക്ക് കൊണ്ട് ചെയ്യുന്ന ഇടത്തേക്ക് കൊണ്ട് അറിയേണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. പക്ഷേ 90% ആളുകൾ എങ്ങനെയാണെന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്നത്, ആളുകളുടെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളിങ്ങനെ ഭയങ്കര സംഭവം എന്ന് പറയുകയും വ്യക്തി ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റുമാണ്. ഇപ്പം മദ്യം കഴിക്കുന്നു, പുകവലിക്കുന്ന പോലത്തെ സീൻസ് നിങ്ങൾ പറയുന്ന ഒരു പക്ക ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഇപ്പം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാനത് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കണം, അതിനെ നമ്മൾ പർവ്വതീകരിക്കുകയാണ്. അതാണ് ഹീറോയിസം. അല്ലെങ്കിൽ സ്ത്രീയെ തല്ലുന്നതും തെറി വിളിക്കുന്നതാണ് ഹീറോയിസം എന്ന് നമ്മൾ ഇൻഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ ദൈവമായിട്ട് ജനങ്ങൾ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തും ജനങ്ങൾ, അപ്പം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പക്ഷേ നമ്മളത് ചെയ്യും. നമ്മൾ മദ്യത്തിൻ്റെ പരസ്യത്തിൽ നിൽക്കും, ഈ കലാകാരനാണെന്നൊക്കെ പറയുന്നവൻ വലിയ കോടികളും വാങ്ങിച്ച്, അല്ല എനിക്ക് അതിന് പൈസ കിട്ടിയോണ്ട് ചെയ്തു. പക്ഷെ നമ്മൾ ആ മദ്യം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് എത്രയോ ആൾക്കാർ ഇത് ചെയ്യുന്നത്. അതെ. അപ്പം ഇതാണോ കലാകാരൻ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇപ്പം നമ്മളിപ്പം സന്തോഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു തേർഡ് പേഴ്സൺ മനസ്സിലാക്കുന്ന, അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചുമാണ് ഒരാൾ വിലയിരുത്തുന്നത്. അപ്പം സന്തോഷിന് ശരിക്കും ഒരു ഇമേജ് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന പോലെ എല്ലാവരും വേറെ ഇമേജാണ് കിട്ടുന്നത്. പക്ഷേ സന്തോഷിൻ്റെ കാഴ്ചപ്പാട് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഒരു നല്ല പ്രവർത്തനം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് സന്തോഷ് പക്ക ബിസിനസ് ഇൻ എനി വേ ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇമേജ് മാറുന്നില്ലേ, സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് മാറുന്നില്ലേ സമൂഹത്തിൻ്റെ ഇടയിൽ? ഞാൻ വീണ്ടും പറയുന്നു, ഐ ഡോണ്ട് കെയർ. കാരണം അല്ല ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഐ ഡോണ്ട് കെയർ എന്ന് ഞാൻ പറയുന്നത്, ഈ ലോകം മുഴുവൻ ഉള്ള ആളുകൾ നമ്മൾ വളരെ മഹാനായ മനുഷ്യനാണെന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മഹാനാന്നുള്ള അർത്ഥം വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ തല്ലിപ്പൊളി ആവാം, നമുക്കുള്ള തല്ലിപ്പൊളി സ്വഭാവത്തെ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾ നമ്മൾ തല്ലിപ്പൊളിയാന്ന് പറയുമെങ്കിൽ ആക്ച്വലി നമ്മൾ നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. കാരണം നിങ്ങളെ മനസ്സാക്ഷിയുടെ മുന്നിൽ ഇല്ല, ഞാൻ അതേ നോക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ജനങ്ങളുടെ ഇമേജ്, ജനങ്ങൾ സ്നേഹം, ഇതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു, എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധത്തിലൊരു വേട് മതി എല്ലാവരും കൂടെ പൊങ്കാലയിടാം.
അപ്പോൾ ഈ സ്നേഹമാണോ നിങ്ങൾ ജനങ്ങൾ എന്നെ സ്നേഹിച്ചു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഓരോ കാര്യത്തിനും സന്തോഷ് നല്ല അസലായിട്ട് അതിൻ്റെതായ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സന്തോഷം ഈശ്വര, ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും മഹാത്മാഗാന്ധി, ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചാണ്. അധികാരത്തിന് പരിധികളുണ്ട്, സേവന മനോഭാവത്തിന് പരിധികളില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്, അധികാരത്തിന് പരിധിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു MLA ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു MP ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എവിടെയാണോ അവിടുത്തെ കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതേസമയം നിങ്ങൾക്ക് സേവന മനോഭാവമുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ആൾ പറയും ഇപ്പോൾ ആഫ്രിക്കയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ശരിക്കും യെസ്. ഇപ്പം ഞാനൊരു MLA ആയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലേക്ക് ജോലിക്കാരടിക്കും, ഞാൻ പോകുമ്പോൾ ആൾക്കാർ ആദ്യം പറയും, എടോ നീ കോഴിക്കോടിലെ MLA അല്ലേ, കോഴിക്കോടിലെ ജനങ്ങൾ പെർഫെക്റ്റാ, ആദ്യം അവിടെ ചെയ്തിട്ട് പോയി ചങ്ങാതി അങ്ങോട്ട് എന്ന് പറയും. അത് കറക്റ്റ്. ഞാൻ മറുപടി പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്സിൽ ഇഷ്ടമല്ല.